സംഗീതധ്യാൻ മന്ത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഗീതധ്യാൻ മന്ത്രിയുടെ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് കോഴ്സിനെ ആസ്പദമാക്കി കേട്ടറ്റ് ഡിസംബർ 2025 ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത്. ഇതിലൂടെ എന്തുകൊണ്ട് സംഗീതധ്യാൻ മന്ത്ര തിരഞ്ഞെടുക്കണം, ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷ, അതായത് കേട്ടറ്റ് ഡിസംബർ 2025 എന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന എക്സാമിൻ്റെ മ്യൂസിക് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കി നമ്മൾ വിലയിരുത്തുന്നത്. ഒരു ഷാഡവ സമ്പൂർണ്ണ രാഗം, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് ക്ലാസ്സിൽ ഈ ഭാഗത്തെക്കുറിച്ചുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. 28ാമത്തെ മേളകർത്താ രാഗമായ ഹരി കാംബോജിയുടെ ജന്യമാണ് കാംബോജി. ആരോഹണം സരിഗമ പദസ, അവരോഹണം സനിധപ മഗരിസ. ഇതൊരു ഷാഡവ സമ്പൂർണ്ണ മൂർച്ഛനാകാരക രാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? കാംബോജിയാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ട ആ വീഡിയോ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ ആണ്. അതായത് ക്ലാസ്സിൽ ഈ കാംബോജി എന്ന് പറയുന്ന രാഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ വീഡിയോ ആണ്. അതാണ് കട്ട് ചെയ്ത് നിങ്ങളവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അനുദ്രുതം അംഗമായി വരുന്ന ഒരു താളം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ക്ലാസ്സിൻ്റെ വീഡിയോ ആദ്യം കണ്ടുവരാം. മിശ്രജാതി ജമ്പതാളം. അപ്പം മിശ്രജാതി വന്നപ്പോൾ ഇവിടെ എന്ത് മാറി? ലഘുവിൻ്റെ വാല്യൂ മാറി അല്ലേ? എത്ര അക്ഷരകാലം വരിക? 10 ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് ലഘു, അനുദ്രുതം, ദ്രുതമാണ്. സപ്തതാളങ്ങളിൽ അനുദ്രുതം വരുന്ന ഒരൊറ്റ താളമേ ഉള്ളൂ. അതേതാണ്? ജമ്പതാളം. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ജമ്പതാളമാണ് അല്ലേ? നമ്മൾ എന്താണോ ക്ലാസ്സിൽ പറഞ്ഞത് അതേ ക്വസ്റ്റ്യനാണ് എവിടെയും ചോദിച്ചിരിക്കുന്നത്, ഇതിലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രാധാന്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേട്ടറ്റ് സിലബസ് ആസ്പദമാക്കിയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. അഷ്ടപദിയുടെ രചയിതാവ് ആരാണ്? റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്കാദ്യം നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടുവരാം. ജയദേവരുടെ സുപ്രസിദ്ധ കൃതിയാണ് ഗീതഗോവിന്ദം. ഉത്തമ സംസ്കൃത ഭാഷയിൽ 12 സർഗങ്ങളായി രചിക്കപ്പെട്ട ഒരു ശൃംഗാര മഹാകാവ്യമാണിത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ജയദേവരാണല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അതിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കേട്ടറ്റ് മ്യൂസിക്കിൻ്റെ സിലബസ് എന്താണോ കേട്ടറ്റിന് പഠിക്കാനുള്ളത് അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. പന്നകേന്ദ്ര ശയന എന്ന് തുടങ്ങുന്ന രാഗമാലികയുടെ രചയിതാവ്. ഇതും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വരാം. രാഗമാലിക, പന്നകേന്ദ്ര ശയന, ശ്രീ പത്മനാഭ എന്നിവ അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രസിദ്ധങ്ങളായ രാഗമാലികകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സ്വാതി തിരുനാളാണ് അല്ലേ? പന്നകേന്ദ്ര ശയന എന്ന് പറയുന്ന രാഗമാലികയുടെ രചയിതാവ് സ്വാതി തിരുനാളാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഭക്തിമഞ്ജരി എന്ന സാഹിത്യ സൃഷ്ടിയുടെ രചയിതാവ് ആരാണ്? നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികളിൽ പ്രധാനപ്പെട്ടവ ഭക്തിമഞ്ജരി, സ്യാനന്ദുര പുരവർണ്ണന പ്രബന്ധം. കണ്ടോ? ഇവിടെ ആൻസർ എന്താണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് അല്ലേ? മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. സീഡ്സ് ഓഫ് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വരാം. മൈസൂർ മഹാരാജാക്കന്മാർ, പ്രത്യേകിച്ച് കൃഷ്ണരാജ വോഡയാർ നാലാമൻ, ജയചാമരാജേന്ദ്ര വോഡയാർ എന്നിവർ സംഗീതത്തിൻ്റെയും കലകളുടെയും വലിയ രക്ഷാധികാരികളായിരുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? മൈസൂരാണ് അല്ലേ? സീഡ്സ് ഓഫ് മ്യൂസിക്കിൽ മൈസൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇത്. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. പൂർവീ കല്യാണി രാഗത്തിൻ്റെ ജനകരാഗം ഏതാണ്? രാഗലക്ഷണത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ വീഡിയോ നോക്കാം. 53ാമത് മേളകർത്താ രാഗത്തിൻ്റെ ജന്യമാണ് പൂർവീ കല്യാണി. അപ്പോൾ ഏതാണ്? 53 ഏതാണ്? ഗമനശ്രമയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഗമനശ്രമയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി നോക്കിയിട്ട് വരാം. ബിലഹരി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം തിരഞ്ഞെടുക്കുക. രാഗലക്ഷണത്തിൽ നിന്നാണ് ചോദ്യം. നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വരാം. 29ാമത്തെ മേളകർത്താ രാഗത്തിൻ്റെ ജന്യമാണ് ബിലഹരി. ആരോഹണം സരിഗ പദസ, അവരോഹണം സനിധപ മഗരിസ. അപ്പോൾ എന്താണ് ഇതിന് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സിൽ എന്താണോ പറഞ്ഞത് അതേ ചോദ്യം തന്നെ. അടുത്ത ചോദ്യം, ഹിന്ദുസ്ഥാനി കാഫി നാടിനോട് സമാനമായ കർണാടക സംഗീതത്തിലെ മേളത്തിൻ്റെ പേര്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വരാം.
ഇവിടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് തത്തുല്യമായ കർണാടക സംഗീതത്തിലുള്ള രാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സ്ക്രീനിൽ കണ്ടു കാണും, ഖരഖരപ്രിയയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഗീത് അധ്യാൻ മന്ത്രയുടെ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് എന്ന് പറയുന്ന കോഴ്സിലെ ക്ലാസ്സുകൾ. ഇപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാമിൻ്റെ നമ്മൾ എടുത്തു, അതുമായിട്ട് റിലേറ്റഡായി നമ്മുടെ ക്ലാസ്സും നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ എന്താണോ ക്ലാസ്സിൽ പഠിപ്പിച്ചത് അതിൽ നിന്നാണ് കറക്റ്റായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടറ്റിന് നമ്മൾക്ക് പഠിക്കാനുള്ള സിലബസ് എന്താണോ അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ സിലബസ് നമ്മൾ 6 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 6 പാർട്ടുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മോക്ക് എക്സാമും അറ്റൻഡ് ചെയ്ത് മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്താണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അധ്യാപകരെയും നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ വളരെ സിസ്റ്റമാറ്റിക്കാണ്. അതുപോലെ കറക്റ്റ് എന്താണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പരീക്ഷയ്ക്കായിട്ട് പഠിപ്പിക്കുന്നത്. അതുപോലെ കേട്ടറ്റ് മ്യൂസിക്കിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ ഒരു അധ്യാപകരാണോ, സർവീസിലുള്ള ഒരു അധ്യാപകരാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സംഗീത് അധ്യാൻ മന്ത്രിയെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ കേട്ടറ്റ് മ്യൂസിക് എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായും എത്തിച്ചേരാൻ സാധിക്കും. കാരണം നമ്മൾ ക്ലാസ്സുകൾ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാർട്ടും 6 പാർട്ട് നമുക്കുണ്ട്. ഓരോ പാർട്ടും കഴിയുമ്പോൾ നമുക്ക് മോക്ക് എക്സാം ഉണ്ട്. ആ മോക്ക് എക്സാമും കഴിഞ്ഞാണ് തൊട്ട് അടുത്ത പാർട്ടിലേക്ക് പോകുന്നത്. അതും കഴിഞ്ഞ് നമുക്ക് പരീക്ഷയ്ക്ക് മുന്നേ മോഡൽ എക്സാംസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ റിയൽ എക്സാം എഴുതുന്നത് അതേ രീതിയിലാണ് നമ്മൾ മോഡൽ എക്സാമും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ സർവീസിലുള്ള അധ്യാപകരോ ആരായാലും നിങ്ങൾക്ക് സംഗീത് അധ്യാൻ മന്ത്രിയെ ജോയിൻ ചെയ്ത് കേട്ടറ്റ് മ്യൂസിക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.